നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായി? ഞങ്ങൾ അങ്ങോട്ട് വരുന്നു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഞങ്ങളെന്ന് പറയുമ്പോ ശ്രുതിമോളും ഉണ്ട് കൂടെ. അല്ല, അതെന്താ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? കാര്യമുണ്ട്, എല്ലാം വന്നിട്ട് പറയാം. എന്താ, എന്തേലും പ്രശ്നമുണ്ടോ? പറയാം, പേടിക്കാനൊന്നുമില്ല. എന്നോട് നുണ പറയുന്നല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല അക്ഷരേ. ഞങ്ങൾ ഉടനെ അങ്ങോട്ടെത്തും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശ്രുതിമോളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എത്ര നാളായി അവളെ കണ്ടിട്ട്. ഇനി കാണാലോ. അല്ല, വിശാല് കൂടെ ഉണ്ടോ? ഉണ്ട്. വിശാലും ഉണ്ടാവോ ഇങ്ങോട്ട് വരുമ്പോ? ഉണ്ടാവും. അത് വേണോ? എന്റെ കൂടെ ഇത്രയും ദൂരം വന്നിട്ട് വീട്ടിലേക്ക് വിളിക്കാതെ എങ്ങനെയാ? ശരി, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. എത്തുമ്പോ വിളിക്കാം. ശരി. വിശാൽ, പോവാം. ഞാൻ കൂടെ വരുന്നോണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണം കേട്ടോ. ഞാൻ ഒഴിവായിക്കോളാം. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല വിശാൽ. അതോർത്ത് വിശാൽ കൂടെ വരാതിരിക്കണ്ട. ഇഷ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഞാനല്ലേ വിളിക്കുന്നത്, പിന്നെന്താ? പറ്റിയ തെറ്റൊന്നും ഇനി തിരുത്താൻ പറ്റില്ല. കുറെ നേരത്തെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പൊ ഒരുപാട് വൈകിപ്പോയല്ലോ. എന്നൊന്നും പറയാൻ പറ്റില്ല വിശാൽ. കഴിഞ്ഞു എന്ന് തോന്നുന്ന പലതും, പല വാതിലും അപ്രതീക്ഷിതമായിട്ട് തുറക്കും. നമ്മൾ പോലും അറിയാതെ. മരിക്കുന്നതുവരെ ഏതു തരം അത്ഭുതവും പ്രതീക്ഷിക്കണം. അതാണ് ജീവിതം. പോവാം. അപ്പച്ചി, അപ്പച്ചി. എന്താ? ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം നടക്കാൻ പോകുന്നേ. ശ്രുതിമോള് വരുന്നുണ്ടെന്ന്. എങ്ങോട്ട്? ഇങ്ങോട്ട്, അല്ലാതെ എവിടേക്ക്? എന്തിനാ? ഡാഡി എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? ശ്രുതിമോൾ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പാടില്ല. അത് അപകടമാണ്. എന്ത് അപകടം? ഒരപകടവും ഇല്ല. അക്ഷരേ, ഞാൻ പറയുന്നത് ദയവായി നീ ഒന്ന് അനുസരിക്കേ. ശ്രുതിമോളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഡാഡിക്ക് കുറെ അനാവശ്യ പേടികളുണ്ട്. അതൊക്കെ വെറുതെയാ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ എത്ര കാലം ഇങ്ങനെ പേടിച്ചു കഴിയും? കൊണ്ടുവന്നോളാൻ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം കൊണ്ടുവരുമായിരുന്നു. വരട്ടെ ഏട്ടാ, കുറെ നാളായില്ലേ മോളെ ഇവള് കണ്ടിട്ട്. എന്ന് തുടങ്ങി ശ്രുതിമോളോട് നിനക്ക് സ്നേഹം? പണ്ട് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അത് ഓ, നീ അവളുടെ അമ്മൂമ്മയാണല്ലേ? രക്തം രക്തത്തെ സ്വീകരിക്കുന്നു. എന്തായാലും രക്തം രക്തത്തെ തിരിച്ചറിയുമെന്നാണല്ലോ. ഏട്ടനെന്ത് കുറ്റപ്പെടുത്തിയാലും സത്യം എന്താണെന്ന് എനിക്കറിയാം. പണ്ടും ശ്രുതിമോളോട് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. ഞാനത് പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം. അതിനതിൻ്റെതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. എന്താ ഇപ്പൊ ആ കാരണങ്ങളൊക്കെ മാറിയോ? കാലം മായ്ക്കാത്ത മുറിവുകൾ ഉണ്ടോ ഏട്ടാ? മുറിവുകളുണ്ട്. കാലം എത്ര കണ്ട് കടഞ്ഞ് പരിശ്രമിച്ചാലും മായ്ക്കാൻ പറ്റാത്ത ചില മുറിവുകളുണ്ട്. ശ്രുതിമോൾ അത്തരം ഒരു മുറിവാ. അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച സങ്കടം. പിന്നെ പഴയൊന്നും ഓർമ്മിപ്പിച്ച്
ആരും എൻ്റെ മനസ്സ് തളർത്താൻ ശ്രമിക്കണ്ട. ഞാൻ പറയുന്നതനുസരിക്ക്, അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ശ്രുതിമോൾക്ക് എന്ത് സംഭവിക്കുന്ന ഡാഡി ഈ പറയുന്നേ? അതൊക്കെ നിനക്ക് മനസ്സിലാവും പിന്നീട്. സ്വന്തം കുഞ്ഞിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ യാത്ര നീ തടയണം. അതുകൊണ്ട് ഗുണമേ ഉണ്ടാവൂ. ഞാനൊരു അമ്മയല്ലേ, എനിക്കും ഉണ്ടാവില്ലേ സ്വന്തം കുഞ്ഞിനെ കാണണമെന്നൊരാഗ്രഹം? എത്ര കാലമായി അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ട്? ഡാഡി എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്ത? എനിക്ക് എല്ലാവരുടെയും വിഷമം മനസ്സിലാവും. അത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നത്. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുക, അല്ലെങ്കിൽ നശിക്കേ. അല്ലാതെ ഞാനെന്ത് പറയാൻ? ഏട്ടനത് എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ആരെയാ പേടിക്കുന്നേ? ഇനി അവരോട് വരണ്ടെന്ന് പറയണോ മോളെ? വേണ്ട, അവര് വരട്ടെ. എനിക്ക് മോളെ കാണണം. ആ, എനിക്കും. എങ്ങോട്ടാടി കെട്ടിയൊരുങ്ങി? മറുപടി മനോഹരൻ മൊഴിഞ്ഞാ മതിയോ? ഞങ്ങളെ രജിസ്റ്റർ ഓഫീസ് വരെ പോവാ. ഇന്നാണ് വീടിന്റെ വസ്തുവിന്റെ ആധാരം. അപ്പൊ നീ അത് തീരുമാനിച്ചോ? ആ, ഞാൻ വെറും വാക്ക് പറയത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? അമ്മയുടെ മോൻ ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ. എടാ മഹാഭാവി, എന്തിനാടാ നീ ഈ കുടുംബം നശിപ്പിക്കുന്നേ? ഈ വീടും പറമ്പും ഇവളുടെ പേരിലായ പിന്നെ ഞങ്ങൾ എവിടെ പോയി താമസിക്കടാ? ഈ വീട്ടിൽ തന്നെ താമസിക്കാം. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നോണ്ട് എനിക്കോ ദേവിയമോക്കോ ഒരു എതിർപ്പുമില്ല. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഇവള് ഞങ്ങളെ ഇറക്കി വിടില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ? നിങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യും, പക്ഷെ എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അത്രയ്ക്ക് വിശ്വാസമാണ് എനിക്ക് എന്റെ മോളെ. മോനെ മനോഹര, ഞാൻ നിന്റെ കാല് പിടിക്കും. നീ കാണിക്കാൻ പോകുന്നത് മണ്ടത്തരവാ. ഒരിക്കലും നീ അത് ചെയ്യരുത്. അതും ഇന്നത്തെ സ്വഭാവം ആയിരിക്കില്ല മനുഷ്യർക്ക് നാളെ. നാളെ ഒരിക്കൽ ഇവള് ചതിക്കില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ, എനിക്ക് പറ്റും. ദേവികമോൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാ ഞാൻ. സുധി മരിച്ചപ്പോ ദേവികമ്മക്ക് വേണമെങ്കിൽ സ്വന്തം സുഖം നോക്കി പോകാമായിരുന്നല്ലോ. ദേവികമോൾ അത് ചെയ്തില്ലല്ലോ. പോവോ? ഒരു വിധവയെ പോലെയല്ലേ ഇവിടെ കഴിഞ്ഞത്? ഏത് പെൺകുട്ടി ചെയ്യും അങ്ങനെ? എന്നിട്ടും ദേവികമ്മയുടെ മഹത്വം നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. നിങ്ങളിവളെ ഇവിടെ നിറക്കി വിട്ടു. ഇനി അങ്ങനെ ഒരു അവസ്ഥ ദേവികമ്മക്ക് വരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനുള്ള പരിഹാരമാണ്, ഒരു തരത്തിൽ പറഞ്ഞ പ്രായച്ചിത്വമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്.